ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സാമ്പാറാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് കഷ്ണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ചുവന്നുള്ളിയും തക്കാളിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാം. പൊടികളൊന്നും എങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല. കിള്ളി സാമ്പാർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ കൂട്ടാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു 1/4 കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കഴുകി ഒരു 2 മണിക്കൂറൊന്ന് കുതിർത്ത് വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 5 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ പച്ചമുളകൊന്ന് പൊട്ടിച്ചിടാം. ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിടുകയാണ് ചെയ്യുന്നത്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 3 4 ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പരിപ്പ് വേവുന്നതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് വേവിക്കുന്ന സമയത്ത് പരിപ്പ് വെന്ത് കുക്കറിൻ്റെ മുകളിലേക്കൊന്നും ഒഴുകാതെ ഇരിക്കും. നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 4-5 വിസിൽ കേൾപ്പിക്കാം. നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇനി ഈ രീതിയിൽ ഒരു ചെറിയ നെല്ലിക്ക മുഴുപ്പിൽ പുളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു തവി വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം. ഇനി ഒരു 12 വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിടാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. പിന്നെ 1 കപ്പ് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി ചേർക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. ഇതുപോലെ മുഴുവനോടെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇല്ല വലിയ ഉള്ളിയൊക്കെ ഒന്ന് കീറിയിടാം. പിന്നെ ഒരു 5-8 വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി നമുക്ക് പരിപ്പ് വേവിക്കുമ്പം ആ കൂട്ടത്തിലിട്ടിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ സാമ്പാർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് പരിപ്പ് വേവിക്കുന്ന സമയത്ത് അതിലും വേണമെങ്കിൽ ഒരല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൗഡർ ഇടണമെന്നൊന്നുമില്ല. ഞാനൊരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. ഇതിൽ സാമ്പാർ പൗഡറോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ടതില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ കുക്കർ കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഒത്തിരി ലൂസാകാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് ഈ സാമ്പാറിന് ടേസ്റ്റ്. എങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം. കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് ആ പുളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഈ സമയത്ത് ഈ വറ്റൽമുളകിൽ നിന്നും എരിവൊക്കെ ഈ സാമ്പാറിലേക്ക് ഇറങ്ങും. വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ഇടുന്നില്ലല്ലോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ മല്ലിയിലയുടെയും വറ്റൽമുളകിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവറാണ് ഈ സാമ്പാറിനുള്ളത്. നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാറാണ്. ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി സാമ്പാറാണ്. ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റും. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. ഈ ഒരു തിക്നെസ്സാണ് ഇതിന് വേണ്ടത്. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്